ഗരുഡയെ തീർക്കാൻ ഒരു റോക്കിയെ ഉണ്ടാക്കി. ഈ റോക്കിയെ തീർക്കാൻ ഇനിയൊരു റോക്കി ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കിയ അപ്പനെ കൊണ്ടായില്ല, പിന്നെയാ. ആ അപ്പനാണ് ഇനി ആരെ കൊണ്ടും അതിനാവില്ല. KGF ശേഷം യാഷിന്റെ ഒരു തിരിച്ചുവരവനായിട്ട് നമ്മളൊക്കെ കാത്തിരുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ ഒരു കിഡിലൻ അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത്. യഷിന്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ പീക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കിഡിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ KGF മേലെ നിൽക്കുന്ന ഒരു പടമാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേയ്സ് വീഡിയോ. KGF ശേഷം യഷിന്റെ ഒരു പുതിയ സിനിമ വരുന്ന സമയത്ത് അത് ഏറ്റവും വലിയൊരു എക്സ്പെക്ടേഷനോട് കൂട്ടി നിൽക്കുന്ന ഒരു ഫാൻ തന്നെയാണ് ഞാൻ. കാരണം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KGF എന്ന് പറയുന്ന സിനിമ എനിക്ക് തന്നേക്കുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. നമ്മൾ KGF എന്ന് പറയുന്ന സിനിമയിലൂടെയായിരുന്നു ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി നേടിയിട്ടായിരുന്നു ഒരു ടൈമിൽ. അതിനുശേഷമായിരുന്നു പല സിനിമകളും വന്നായിരുന്നു, പിന്നെ ലിയോ വന്നായിരുന്നു, അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നായിരുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാ തുടക്കം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്ഷനുള്ള ഒരു ആക്ടറും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറും ഒരു സിനിമ എന്നൊക്കെ പറയുന്ന സമയത്ത് KGF-ഉം റോക്കിയും അതുപോലെ തന്നെ യഷിൻ്റെയൊക്കെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഗംഭീര തന്നെയാണ്. പ്രശാന്തിന്റെ KGF എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വന്നിരിക്കുന്ന സിനിമകളെല്ലാം ആ ഒരു കൈൻഡ് ഓഫ് സാധനം നമുക്ക് ഇതുവരെയും തന്നിട്ടില്ല. അതുള്ള കാര്യം തന്നെയാണ്. ഡയറക്ടർ തന്നെ കൃത്യമായിട്ട് ഒരു ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. I am a little disappointed with how much effort I put into the first part. Ever since that happened, I decided to make Salar 2 one of my best movies. പക്ഷേ KGF-ൽ വന്നിരിക്കുന്ന ആക്ടറിന്റെ അടുത്തൊരു സിനിമ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ അടുത്ത ബെഞ്ച് മാർക്ക് ആവാനായിട്ട് സാധ്യതയുള്ള ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരുടെ പേടി എന്ന് പറയുന്നത് ഗീതു മോഹൻദാസ് ആണ് ഈ സിനിമ ഡയറക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അവരൊരു നല്ലൊരു ബ്രില്യൻ ഡയറക്ടർ തന്നെയാണ്. പക്ഷെ ഒരു മാസീവായിട്ടുള്ള പടങ്ങൾ എടുക്കുന്ന സമയത്ത് ഇത് ഇവരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം പോലും ഞാൻ പോലും ചിന്തിച്ചായിരുന്നു. പക്ഷെ അതിനുള്ളൊരു ഉത്തരമാണ് ശരിക്കും ഈ ഒരു ടീസർ എന്ന് പറയുന്നത്. ശരിക്കും ഉള്ള കാര്യം പറയാതെ പറ്റില്ല. ശരിക്കും ഞെട്ടിപ്പോയി ഒരു ടീസർ കണ്ടു കഴിഞ്ഞിട്ട്. ഒരു ബർത്ത്ഡേ പീക്ക് എന്നുള്ള രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഹൈ വോൾട്ടേജ് സാധനം തന്നെയാണ്. യഷിന്റെ സ്വാഗ് എന്താണെന്ന് കൃത്യമായിട്ട് എവിഡന്റ് ആയിട്ട് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു ബർത്ത്ഡേ പീക്ക് വന്നേക്കുന്നത്. എന്താണ് ഇതിനകത്ത് ഒളിഞ്ഞു നിൽക്കുന്ന കഥ എന്നുള്ളൊരു കാര്യം കൂടി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും KGF-നെ വെല്ലുന്നൊരു ഐറ്റം തന്നെ ഇതിനകത്ത് ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇത് ഒരു ചാപ്റ്റർ അല്ല, ഒരുപാട് ചാപ്റ്റേഴ്സ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു സിനിമ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു കഥയെ കുറിച്ചൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമയിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ടോക്സിക് ബർത്ത്ഡേ പീക്ക് എന്ന് പറയുന്ന ഒരു ടീസറിനകത്ത് കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് ഷോട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാറിനകത്ത് നമ്മളുടെ വില്ലൻ അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്ന കഥാപാത്രം കയറി വരുന്ന രംഗമാണ്. ഒരു വിന്റേജ് കാറാണ്. ഈ കാറിനകത്ത് ഇദ്ദേഹം ഒരു സ്ഥലത്തോട്ടേക്ക് കുറേയധികം വിന്റേജ് കാറുകൾ കിടക്കുന്ന ഒരു സ്ഥലത്തോട്ടേക്ക് കയറി വരുന്നുണ്ട്. പൊതുവേ വിന്റേജ് കാറുകൾ എന്ന് പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാറുകൾ നമുക്ക് കാണാൻ പറ്റുക ഒരു 1950s 1970s ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു സമയത്ത് ഇദ്ദേഹം വരുന്നു എന്ന് പറയുന്ന സമയത്ത് ആ കാലഘട്ടത്തിലുള്ള ഒരു കഥയാണ് ഈ സിനിമയിൽ കാണിക്കാനായിട്ട് ശ്രമിച്ചേക്കുന്നത്. പരൈസോ എന്ന് പറയുന്ന ഒരു ക്ലബിലോട്ടാണ് ഇദ്ദേഹം കയറി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ലബ് പരൈസോ. എന്താണ് ഈ പരൈസോ എന്നുള്ളതിന്റെ ഒരു മീനിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതൊരു സ്പാനിഷ് വേർഡാണ്. സ്പാനിഷ് വേർഡ് എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത് പാരഡൈസ് എന്നാണ്. പാരഡൈസ് മീൻസ് ഹെവൻ, മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വർഗം എന്ന് പറയാം. സോ നമ്മുടെ നായകന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വില്ലന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം വില്ലന്മാര് വന്നു ചേരുന്ന ഒരു ക്ലബ്ബാണ്. അവരുടെയൊക്കെ ഒരു സ്വർഗമായിട്ട് അവർ കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പരൈസോ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ക്ലബ്ബ് എന്നുള്ളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കഥയെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ശരിക്കും ഇദ്ദേഹം കയറി വരുന്ന ഒരു ഷോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു അനദർ റോക്കി ബാനെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ. ആ ഫസ്റ്റ് ഷോട്ടിനകത്ത് തന്നെ അദ്ദേഹം ആ കാലിങ്ങനെ എടുത്തു വെക്കുന്ന ഷോട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ KGF 2 സിനിമയ്ക്കകത്ത് റോക്കി ബായിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഷോട്ടിനകത്ത് ആ ഹെലികോപ്റ്ററിനകത്ത് നിന്ന് അദ്ദേഹം കാലിങ്ങനെ എടുത്തു വെക്കുന്ന ഷോട്ട് തന്നെയാണ്. ഓരോ ഷോട്ടും അദ്ദേഹത്തിന്റെ സ്വാഗ് ഈച്ച് ആൻഡ് എവറി പോർഷൻ അദ്ദേഹത്തിന് എടുത്തു കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഓരോ ഭാഗങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഷോട്ടിനകത്തായിട്ട് ഇവിടെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെലവൻസ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ സിഗാർ വലിച്ചുകൊണ്ട് ഹൈ വോൾട്ടേജിൽ നമ്മുടെ യഷ് എന്ന് പറയുന്ന നമ്മുടെ നായകൻ അല്ലെങ്കിൽ റോക്കി ബായ് കയറി വരുന്ന രംഗമാണെന്നൊക്കെ കൂടെ കാണാൻ സാധിക്കുന്നത്. ആ ബാക്ക് ഷോട്ടൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ KGF എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഒരു സീൻ തന്നെയാണ്. ആ ഇതിന്റെ ചരിഞ്ഞു വരുന്ന ആ ഒരു സ്വാഗ് ഷോട്ട് തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ദൈവം ഒരു ഷോട്ടിനകത്ത് കയറി വരുന്ന സമയത്ത് കൂടെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ബാക്കിലായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ആയുധങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു കാര്യം വ്യക്തമാണ്, ഇദ്ദേഹം ഒരു കൂട്ടം ആൾക്കാരെ ലീഡ് ചെയ്യുന്ന ഒരു ലീഡർ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ബാക്കിലായിട്ട് സുദേവ് നായർ നമ്മുടെ
മലയാള സിനിമയിൽ നമ്മുടെ ഭീഷ്മ സിനിമയിലുള്ള ആ ഒരു വില്ലനായിട്ട് വരുന്ന കഥാപാത്രമൊക്കെ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ് പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് കയറി വരുന്ന സമയത്തും ഈ ഒരു ക്ലബിന്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ കാണാൻ വരുന്നത് ഒരുപാട് മൈക്ക് വരുന്നതിന്റെ യൂസേജ് തന്നെയാണ്. മൈക്ക് വരുന്ന ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. ഈ ഒരു ക്ലബ്ബ് എന്നൊരു കാര്യം കാണാൻ പറ്റും. കൂടാതെ ചീട്ടുകളി ഉണ്ട്, ആൽക്കഹോൾ യൂസേജ് ഉണ്ട്, പിന്നെ പലതരത്തിലുള്ള ഗേൾസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവിടെ യശ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇദ്ദേഹം ഈ ഒരു കൂട്ടം ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്യുന്ന അവരുടെ ലീഡർ ആയിരിക്കാം. ഒരു കാര്യം നമുക്ക് ഇതിൽ തന്നെ അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് 1950s തൊട്ട് 1970s ഇടയിൽ നടക്കുന്ന ഒരു കഥ. ആ കഥ എന്ന് പറയുന്ന സമയത്ത് ഒരു മാഫിയ ഡോണിന്റെ കഥയാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇതുവരെ വന്നേക്കുന്ന പല കൺക്ലൂഷൻസുകളും പറയുന്ന ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒരു മാഫിയ ഡോണിന്റെ കഥയാണ്. മാഫിയ ഡോൺ എന്ന് പറയുന്ന സമയത്ത് വേറൊരു മാഫിയ ഡോൺ അല്ല, ഒരു ഡ്രഗ് മാഫിയ ലോട്ട്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഡ്രഗ് മാഫിയ ലോട്ട്സിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ശരിക്കുള്ള കഥകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പാബ്ലോ എസ്കോബാർ, എൽ ചാപ്പോ എന്ന് പറയുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഉള്ള സമയത്ത് അവരുടെ സിനിമകൾ അല്ലെങ്കിൽ സീരീസുകളൊക്കെ നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി തമിഴിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റോളക്സ് പോലത്തെ പല കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കൈൻഡ് ഓഫ് ഒരു യഷിന്റെ വേർഷനാണ് ഈ സിനിമയിൽ കാണാനായിട്ട് സാധ്യത. ഇവിടെ വരുന്ന ഓരോ ഷോട്ടിനകത്ത് ഡ്രഗ്സിന്റെ യൂസേജുകളൊക്കെ നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ പലതരത്തിലുള്ള മാഫിയ ഡോണുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡ്രഗ് ലോഡുകളും വന്ന് മീറ്റപ്പ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് ഈ പറയുന്ന ക്ലബ്ബ് എന്ന് പറയുന്നത്. ഒരു ഡ്രഗ് മാഫിയ ലോഡിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ടോക്സിക് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കഥാപാത്രത്തിന്റെ തലയിലുള്ള മറ്റേ ഹാറ്റും കാര്യങ്ങളും കൂടി കാണുന്ന സമയത്ത് ഇതൊരു ഗോവ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. കാരണം ഇന്ത്യയിൽ നടക്കുന്ന ഒരു കഥയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മയക്ക് വരുന്ന പോലുള്ള കാര്യങ്ങളുടെയൊക്കെ യൂസേജ് നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ യൂസേജ് ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗോവനെയാണ്. സ്പാനിഷ് വേർഡിന്റെ ഒരു കണക്ഷൻ വെച്ച് നോക്കുന്ന സമയത്ത് പെരൈസോ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് വേർഡിന്റെ കണക്ഷൻ വെച്ച് നോക്കുന്ന സമയത്തും പോർച്ചുഗീസ് ടേം ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ഗോവയായിരുന്നു ഇവരുടെ മെയിൻ ആസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. സോ ഗോവ ബേസിൽ നടക്കുന്ന ഒരു ബോസ്, ഒരു മാഫിയ ബോസിന്റെ ഒരു മാഫിയ ഡ്രഗ് ലോഡിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ടോക്സിക് എന്ന് പറയുന്നത്. ഒരു സ്പാനിഷ് കണക്ഷൻ നമുക്ക് ഈ കഥയിലൂടെ എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്ന ഒരു ഹാപ്പി ബർത്ത്ഡേ ടീസർ ആണ് ഇപ്പൊ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ യാഷ് എന്ന് കാണിച്ചുകൊണ്ട് ആ ക്ലബിന്റെ ഡോർ ഇങ്ങനെ അടഞ്ഞു പോകുന്ന ഒരു ഷോട്ട് കാണിച്ചുകൊണ്ടാണ് ടോക്സിക് എന്ന് പറയുന്ന ഒരു പേര് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. സത്യം പറയാലോ, ഞാൻ ഇത്രയും വലിയൊരു സാധനം വരും എന്നുള്ളൊരു കാര്യം പ്രതീക്ഷിച്ചതെന്നല്ല. KGF ശേഷം ഒരു സിനിമ വരുന്നു എന്ന് പറയുന്ന സമയത്ത് പ്രശാന്ത് നീലിനെ കൊണ്ട് തന്നെ ഒരു റീക്രിയേഷൻ പോസിബിൾ ആവുമോ എന്നുള്ളൊരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് ഗീതു മോഹൻദാസിനെ പോലുള്ള ഒരു ഡയറക്ടർ വരുന്ന സമയത്ത് ഒരിക്കലും അവരെ വില കുറച്ച് കാണുന്നതല്ല. പക്ഷേ നമുക്ക് സംശയമാണ് അവർക്ക് ഇത്രയും വലിയൊരു മാസ് പടങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. പക്ഷേ ഈ ടീസർ ഹൈലി പ്രോമിസിംഗ് ആണ്. ഹൈ വോൾട്ടേജ് സാധനം തന്നെയാണ്. കുറച്ച് മിനിറ്റ് ഉള്ളതെന്നുണ്ടെങ്കിലും 1 മിനിറ്റിൽ താഴെ ഉള്ളതെന്നുണ്ടെങ്കിലും വെറും 59 സെക്കൻഡ് ഉള്ളതെന്നുണ്ടെങ്കിലും എന്താണ് യഷ് എന്നും എന്താണ് യഷിന്റെ സ്ക്രീൻ പ്രസൻസ് എന്നും കൃത്യമായിട്ട് കാണിക്കുന്ന ഈച്ച് ആൻഡ് മൈന്യൂട്ട് പോർഷൻസ് തന്നെയാണ് ഈ ഒരു ടീസറിലൂടെ അവർ കാണിക്കാനായിട്ട് ശ്രമിച്ചേക്കുന്നത്. ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിൽ. കാരണം പ്രതീക്ഷയ്ക്കുള്ള വകുപ്പ് ഉണ്ട്. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് അതിനുള്ള ഒരു ടിക്കറ്റ് എടുക്കാനുള്ള വകുപ്പ് ഈ ഒരു സാധനത്തിനകത്ത് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കറിയാം KGF എന്ന് പറയുന്ന സിനിമയുടെ ഒരു ടീസർ വന്നിരിക്കുന്ന സമയത്ത് അന്നുണ്ടാക്കിയിരിക്കുന്ന ഓളെന്ന് പറയുന്നത് ചെറുതല്ല. കാരണം ഇന്ത്യയിൽ ഇന്നേ വരെ കണ്ടേക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടേക്കുന്ന ഓൾമോസ്റ്റ് ഒരു 300 മില്യൻ്റെ അടുത്ത് ആൾക്കാർ കണ്ടേക്കുന്ന ഒരു ടീസറാണ് KGFന്റെ ടീസർ എന്ന് പറയുന്നത്, KGF 2ന്റെ ടീസർ എന്ന് പറയുന്നത്. അപ്പം അത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നടനെ കൈ കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അത് നല്ല രീതിക്ക് ഒരു സിനിമയായിട്ട് മാറും. ആ തരത്തിലൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടീസർ കാണുന്ന സമയത്ത് ഹൈലി പ്രോമിസിംഗ് തന്നെയാണ്. ഒരു ഹൈ വോൾട്ടേജ്, ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സ്വാഗിഷ് ആയിട്ടുള്ള ഒരു പടം തന്നെയാണ് കാണാനായിട്ടുള്ള സാധ്യത എന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടീസർ പ്രോമിസ് ചെയ്യുന്നത്. സോ KVN ആണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ. ആൻഡ് ഈ ടീസറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 11 മിനിറ്റിനുള്ളിൽ 50,000 മേലെ ലൈക്ക് നേടിയിരിക്കുന്ന ഒരു ടീസറാണ്. ആൻഡ് മൊത്തത്തിൽ ഈ ഒരു ടീസർ നല്ല കളറായിട്ടുണ്ട്, നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തേക്കുന്ന ഒരു കീവേഡ് കൂടിയാണ് ബേസിക്കലി ടോക്സിക് എന്ന് പറയുന്നത്. സോ എന്താണ് ടോക്സിക് സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയത്? ഈ ഒരു സിനിമ പ്രതീക്ഷയ്ക്ക് വകുപ്പുള്ള സിനിമയാണോ? കാണാൻ മാത്രം എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ KGF നിൽക്കുന്ന പോലത്തെ ഒരു ഇമ്പാക്ട് തരാനായിട്ട് പറ്റുന്ന റോക്കിയുടെ മറ്റൊരു സ്വാഗ്, എനിക്ക് യഷ് എന്ന് പറയാനല്ല റോക്കി എന്ന് പറയാനാണ് ഇഷ്ടം, ആ ഒരു സ്വാഗ് തിരിച്ച് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മേലെയായിട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഒരു സിനിമയെ കൊണ്ട് സാധിക്കും? എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള ഒരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ signing out. Bye.